ഹലോ, ഹായ്. ഇന്ന് നമ്മള് കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ എനിക്ക് വയ്യാത്തോണ്ട് പുള്ളിയാണ് ട്ടോ ചെയ്യുന്നത്. കണ്ണനാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ കൂടി അത്യാവശ്യം പാചകം എല്ലാം പഠിച്ച ആള്. എന്നെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തു തരും ട്ടോ. പാവാണ്. അപ്പൊ നമ്മളൊരു പാത്രത്തിലോട്ട് ഞങ്ങള് 2 പാത്രം ഒരളവ് പാത്രം ഉണ്ട്. അതിനകത്ത് 2 പാത്രം കടലമാവും, അരപ്പാത്രം അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിൽ എടുക്കണേന്ന് വെച്ചാൽ അതിൽ തന്നെ എല്ലാ മെഷർമെന്റും എടുത്താൽ മതി. അപ്പൊ അരിപ്പൊടിയും കടലമാവും, കുറച്ച് മുളക് പൊടിയും, ഉപ്പും. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ട്ടോ. എരിവ് വേണ്ടവർ കുറച്ച് എരിവ് കൂടുതൽ കുറവെന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ചേർത്തിട്ടാണ് ട്ടോ ഇത് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പൊ നല്ല പച്ചവെള്ളം എടുത്തിട്ട് ആണ് കുഴയ്ക്കുന്നത്. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലൊന്നുമല്ല, നോർമൽ വാട്ടറിൽ തന്നെയാണ് കുഴയ്ക്കുന്നത് കേട്ടോ. നല്ലപോലെ കുഴച്ച് വെച്ചത് ഒന്ന് പദം വരുത്തി എടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടാണല്ലോ നമ്മൾ പിഴിയാൻ പോകുന്നത്. അപ്പൊ അതിൽ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് നല്ല മയത്തിൽ കുഴച്ചെടുക്കണേ. വെള്ളം കൂടി പോകരുത് കേട്ടോ. അതാണ് ഇതിനകത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ വെളിച്ചെണ്ണ ചേർക്കണ എന്തിനാന്ന് വെച്ചാൽ ഈ മാവ് നമ്മൾ എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് അത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ട്ടോ. അപ്പൊ നമ്മൾ എന്തൊരു സാധനം എണ്ണയിൽ വറുക്കാൻ പോകുമ്പോഴും അതിന്റെ മാവിൽ എന്ത് എണ്ണയാണോ നമ്മൾ വറുക്കുന്നത് ആ എണ്ണ കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ കുടിക്കില്ല എന്നാണ് ട്ടോ. ആ ഉണ്ടാക്കുന്ന സാധനത്തിലോട്ട് എണ്ണ അധികമായിട്ട് ഇതാവില്ലെന്നാണ് പറയുന്നത്. നമ്മളത് ചെയ്ത് നോക്കിയിട്ട് നല്ല സക്സസ് ആണ് ട്ടോ. അതൊരു ടിപ്പാണേ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമ്മൾ ആദ്യം ചൂടായ എണ്ണയിൽ വറുത്ത് കോരണത് നല്ല കറിവേപ്പിലയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊണ്ട് കളയാതെ കഴുകി ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ജലാംശം എല്ലാം നല്ലപോലെ പോയിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് അത് മുരിഞ്ഞു വരണം. നമ്മൾ ഇതെല്ലാം ചേർക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ആ എണ്ണയിലിട്ട് ഫസ്റ്റ് ഇത് കോരിയതിന് ശേഷം മറ്റുള്ളതെല്ലാം ഇട്ട് വറുത്ത് കോരുമ്പോൾ ആ ഫ്ലേവർ ആ എണ്ണയിലുണ്ടാവും. അപ്പോൾ അതിനും ആ ഫ്ലേവർ കിട്ടും മിക്സ്ചറിൻ്റെ ഇതിനെല്ലാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സേവനാഴിയിലിട്ട് മാവ് വെച്ചിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് അങ്ങനെ പിഴിഞ്ഞു കൊടുക്കുവാണേ. അപ്പോൾ കൊടുത്ത് അത് കറക്റ്റായി. അപ്പോൾ അത് ഇട്ടോടെ ഒന്ന് മൊരിയിച്ചെടുക്കണം. കരിഞ്ഞു പോവരുത്, അത് ശ്രദ്ധിക്കണം. വലിയ പണിയൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാന്നേ. 4 മണിക്ക് ചായയുടെ കൂടെ ആയാലും ടച്ചിങ്സിനായാലും ഒക്കെ ഇത്തിരി മിക്സ്ചർ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്ത് ഓയിലാ ഏത് ഓയിലാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ പരമാവധി വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കലുണ്ട് കേട്ടോ. അവലോസുപൊടി വറുത്ത് വെക്കുക, മുറുക്ക് ഉണ്ടാക്കി വെക്കുക, ഒക്കെ നല്ല കാര്യമല്ലേ. നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ. പിന്നെ നമ്മൾ നിലക്കടലയാണ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്, പീനട്ട്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം. നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നമുക്കത് ഇഷ്ടമായതുകൊണ്ട് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കളറൊക്കെ മാറി മൂത്ത് വരുന്ന സമയത്ത് അത് കോരി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ പൊട്ടുകടലയാണ്. അത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇടരുത് കേട്ടോ, പെട്ടെന്ന് കരിയും. പെട്ടെന്ന് അത് നോക്കിയിട്ട് അത് കോരി എടുക്കണേ. അത് കഴിഞ്ഞതാ നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ മിക്സ്ചറിലെ ആ കുണ പോലെയുള്ളതില്ലേ, അത് നല്ല രസമല്ലേ. അതില്ലെങ്കിൽ പിന്നെ എന്ത് മിക്സ്ചറിന് രസമില്ല അല്ലേ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാവിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നമ്മുടെ കണ്ണാപ്പ കയ്യിൽ കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ബൂന്തി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഇത് നുറുക്കിയെടുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയ സേവനാഴിയിൽ പിഴിഞ്ഞുണ്ടാക്കിയത് അതൊന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന എല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു ശകലം മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് പൊടി ഇടണേ, ചൂടാറുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി മിക്സ്ചർ റെഡി.